പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ കൊല ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് കൊല ഒടിഞ്ഞു വീണിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കൊലയൊക്കെ നല്ല അടിപൊളിയായിട്ട് വിളഞ്ഞു കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഒടിഞ്ഞു വീണാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് പഴുപ്പിച്ചെടുക്കണം. അച്ഛൻ കുറച്ച് നേരം വെയിലത്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് പെരക്കകത്തോണ്ട് വെക്കാനായിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഒറ്റയ്ക്ക് പൊക്കുന്നതിന് വഴക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട്. എന്ത് മീനാണെന്ന് ചോദിച്ചാൽ ചിലയിടത്തൊക്കെ ഇതിനെ കുറിച്ചി എന്ന് പറയും, ചിലയിടത്ത് CD കുറിച്ചി എന്ന് പറയും. അങ്ങനെ കുറേ തരത്തിലുള്ള പേരൊക്കെ പറയും കേട്ടോ. ഇത് നമ്മുടെ CD കുറിച്ചിയാണ്. ഞങ്ങൾ ഇവിടെയൊക്കെ CD കുറിച്ചി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ എന്തുവാണ് ഈ മീൻ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം. നല്ല അടിപൊളി മീനാണ്, നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. കൂടുതലും വറുക്കാനാണ് എനിക്കിഷ്ടമേ. അപ്പോൾ ഇത് ഞാൻ കറി വെക്കുന്നുണ്ട്, വറുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല തേങ്ങ അരച്ച മാങ്ങ, പച്ചമാങ്ങ ഇട്ട കറി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുവാണേ. അപ്പോൾ ഈ കറിക്ക് മാങ്ങ ഇട്ടാലാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പച്ചമാങ്ങ നല്ല അടിപൊളിയായിട്ട് ഒരു മാങ്ങ ഫുള്ള് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങ ഇടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുടംപുളി ഒരു 2 എണ്ണമൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി കൂടുതൽ പുളി ചേർക്കാറുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ ഇടുന്നതുകൊണ്ട് ഒരു 2 നമ്മുടെ കുടംപുളി അത്രയൊക്കെ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ കറിക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നതേ ഇല്ല, കടുക് വറുത്തൊഴിക്കുന്നൊന്നുമില്ല കേട്ടോ. കടുക് വറുത്തൊഴിച്ചില്ലെങ്കിലും കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ മുളകൊക്കെ ചേർക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. നമ്മുടെ കുറിച്ചിക്കറിയല്ലേ, അപ്പോൾ ഇച്ചിരി മുളകൊക്കെ കൂടുതൽ ചേർക്കണം. പച്ചമുളകും ചേർക്കുന്നുണ്ട്. ലേശം ഉപ്പും ഇട്ട് നന്നായിട്ട് കലക്കി അങ്ങോട്ട് എടുക്കുക. ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം. 2 കഷ്ണം പുളി, ചെറിയൊരു 2 കഷ്ണം പുളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ ഒരു മീനെടുത്ത് വറുക്കുന്നുണ്ട് കേട്ടോ. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മസാലപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ മീൻ ഫ്രൈക്കകത്ത് ഇച്ചിരി നാരങ്ങയുടെ നീര് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ ഫ്രൈക്ക്. അപ്പം അല്ലെങ്കിൽ പിന്നെ വിനാഗിരിയോ എല്ലാം ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. വിനാഗിരിയെക്കാട്ടി നല്ല ടേസ്റ്റ് നാരങ്ങയുടെ നീര് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് ഇതൊന്ന് പൊരിച്ചെടുക്കാം, നല്ല ഫ്രൈ ആക്കി എടുക്കാം. അതിന് നമുക്ക് എണ്ണ ഒഴിച്ചു നമ്മൾ ഫ്രൈ ആക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ കറി അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ ചട്ടിയിൽ പിടിച്ചൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മീൻ ഫ്രൈ എന്തുകൊണ്ടാണ് പിച്ചാത്തിക്ക് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ തവി കൊണ്ടെടുത്ത് കഴിഞ്ഞാൽ അതെല്ലാം അങ്ങ് പോകും. പിച്ചാത്തി ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ടാണ് പിച്ചാത്തിക്ക് കോരുന്നത്. അപ്പോൾ അതേ മീൻകറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അതിപ്പം മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് എണ്ണയൊന്നും താളിച്ചൊഴിക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എണ്ണ എത്രയും കുറഞ്ഞാൽ അത്രയും നല്ലത്. അതുകൊണ്ട് തന്നെ എണ്ണയൊന്നും അധികമല്ല, എണ്ണ ഒഴിച്ചിട്ടേ ഇല്ല ഈ കറിക്ക്. അപ്പോൾ നമുക്കിനി നമ്മുടെ തോരൻ റെഡിയാക്കാം. തോരനുണ്ട്, ബീട്രൂട്ട് തോരനാണ് ഇന്നത്തെ നമ്മുടെ തോരൻ്റെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചിട്ട് ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബീട്രൂട്ട് തോരനാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ബീട്രൂട്ട് തോരൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ബീട്രൂട്ടൊക്കെ അരിഞ്ഞെടുക്കുക. അതിലേക്ക് നമ്മൾ തേങ്ങ അരയ്ക്കാതെ ചേർത്തിട്ട്, അരയ്ക്കത്തൊന്നുമില്ല കേട്ടോ, തേങ്ങ അരയ്ക്കാതെ ചേർക്കുക. ലേശം ഉപ്പിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഇത് കടുക് വറുത്തതിനകത്തോട്ട് ഇട്ട് ആവി കയറ്റി എടുക്കുകയാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ ജീരകമൊക്കെ ചേർത്ത് കഴിച്ചാലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇത്തിരി സിമ്പിളായിട്ട് നമുക്ക് ബീട്രൂട്ട് തോരനൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് തോരനും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് റെഡിയാകും. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവേ. ഒരു മോരുകറിയും കൂടെ വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. പെട്ടെന്നൊരു തട്ടിക്കൂട്ടി കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാവേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബീട്രൂട്ട് തോരൻ. നമ്മൾ സാധാരണ വെക്കാറുള്ളത് തേങ്ങയ്ക്കകത്ത് കുറച്ച് ജീരകവും ഇച്ചിരി ഉപ്പും ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരച്ചാണ് നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്നത്. പക്ഷേ അങ്ങനൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടിപൊളി CD കുറിച്ചിക്കറിയും തോരനും ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളൊരു ഉച്ചയൂണായിരുന്നു. പിന്നെ നമ്മുടെ വെള്ളവും പിന്നെ നമ്മുടെ ചോറും അതും കൂടെ പറയണമല്ലോ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.